ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയാലോ. വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കഫ്താൻ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്. നമുക്ക് ഒരുപാട് മെഷർമെൻറ്റ്സോ കട്ടിങ്ങോ ഒന്നും ഇല്ലാതെ തുണി ഒട്ടും വേസ്റ്റ് ആവാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കഫ്താൻ ടോപ്പ്. നമുക്ക് വേണമെങ്കിൽ നൈറ്റി ആയിട്ടും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ 3/4 ലെങ്ത്തിൽ വരുന്ന ടോപ്പായിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാക്സി ബിറ്റ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. 3 മീറ്റർ വരുന്ന കോട്ടൻ്റെ ഒരു മാക്സി ബിറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നൈറ്റി ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു മൊത്തത്തിൽ വരുന്ന മാക്സി ബിറ്റ് ആണെങ്കിൽ മൊത്തത്തിൽ ആ ഒരു ലെങ്ത്ത് എടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3/4 ലെങ്ത്തിൽ വരുന്ന ഒരു ടോപ്പായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പീസ് എനിക്ക് ബാലൻസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരുന്നുണ്ട് ക്ലോത്തിൽ. നൈറ്റി ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ലെങ്ത്ത് തന്നെ എടുക്കേണ്ടി വരും. ഒരു മാക്സി ബിറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ആ ഒരു കറക്റ്റ് ലെങ്ത്തിലാണ് മാക്സി ബിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഫുൾ ലെങ്ത്ത് തന്നെ നൈറ്റി ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ലെങ്ത്ത് തന്നെ എടുക്കേണ്ടി വരും. ഞാനിവിടെ 3/4 ലെങ്ത്താണ് എടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ തുണിയെ രണ്ടായി മടക്കിയിട്ട് ശേഷം വീണ്ടും 4ആയി ഇതുപോലെ മടക്കിയിടുക. മടക്കുന്ന രീതി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ ക്ലോത്തിനെ ഇതുപോലെ 4ആയി മടക്കിയിട്ട് നിവർത്തിയിട്ട് കൊടുക്കുക. ശേഷം ആദ്യം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെനിക്ക് ഇത്രയും പോർഷൻ ബാലൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. 3/4 ലെങ്ത്ത് ചെയ്യുമ്പം ഇത്രയും പോർഷൻ നമുക്ക് ബാലൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കി മെഷർമെൻറ്റ്സൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മെഷർമെൻറ്റ്സൊക്കെ ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ കഫ്താൻ മാക്സിക്ക് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഷോൾഡർ ഇവിടെ ജോയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി ജോയിൻ ചെയ്തിട്ട് തന്നെയാണ് ഷോൾഡർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഷോൾഡർ നമുക്ക് സെപ്പറേറ്റ് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ആദ്യം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ നെക്കിൻ്റെ വിഡ്ത്ത് വേണ്ടത് അതും നെക്കിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, ഫ്രണ്ട് നെക്കിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതും മാർക്ക് ചെയ്ത് കൊടുക്കാം. വി നെക്കായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം നമ്മൾ ഫ്രണ്ടിലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വി നെക്ക് കൊടുക്കുമ്പം 1 ഇഞ്ച് അധികം എടുത്തിട്ട് ചെയ്യുന്നതാണ് കഫ്താൻ ഒന്നുകൂടെ ഭംഗി. ഇനി അതല്ല നോർമലായിട്ടുള്ള നെക്ക് മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ 1 ഇഞ്ച് അധികം എടുത്തിട്ടാണ് വി നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ചെസ്റ്റിൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എത്രയാണോ ചെസ്റ്റ് ഉള്ളത് അതിൻ്റെ 4/1 കാണുക. അതിനോട് 1 ഇഞ്ച് ലൂസും കൂടെ കൂട്ടിയിട്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. മേലേലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു പോർഷനിൽ നിന്ന് താഴോട്ട് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന അളവ്, ആം ഹോളിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ പകുതിയോട് 1 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ആം ഹോൾ എത്രയാണോ അതിൻ്റെ പകുതിയോട് 1 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം അറ്റത്ത് സ്ലീവിൻ്റെ ആ ഒരു എൻഡ് വരുന്ന ആ ഒരു പോർഷനിലായിട്ട് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തതിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് ആ ഒരു അറ്റത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു 2 പോയിൻറ്റ്സും കൂടെ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെരിഞ്ഞിട്ടുള്ള ഒരു ലൈനാണ് ഇതുപോലെ കിട്ടുക. ഒരു സ്ലീവിൻ്റെ പോർഷൻ ഇതുപോലെ ഒരു ചെരിവായിട്ടാണ് നമുക്ക് കിട്ടുക. അതിനുശേഷം ഷോൾഡർ ടു മിഡ് വേസ്റ്റ് വരെയുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഷോൾഡർ ടു മിഡ് വേസ്റ്റ് വരെയുള്ള ലെങ്ത്ത് 15 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈന് കൊടുക്കുക. ശേഷം ഷോൾഡർ ടു ഹിപ്പ് വരെയുള്ള ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ ടു ഹിപ്പ് വരെയുള്ള ലെങ്ത്ത് ഞാനിവിടെ 20 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വരുന്നത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം അവിടെയും നമ്മൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഹിപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഹിപ്പിൻ്റെ വീഴ്ത്തും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഹിപ്പ് വീഴ്ത്ത് എത്രയാണോ വരുന്നത് അതിൻ്റെ 4/1 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സെയിം അളവ് തന്നെ നമ്മൾ മിഡ് വേസ്റ്റിൻ്റെ ആ ഒരു പോർഷനിലും കൊടുക്കുക. അതിനുശേഷം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻറ്റ്സൊക്കെ തമ്മിൽ യോജിപ്പിച്ചെടുക്കുക. മിഡ് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴെ നമ്മൾ എത്രയാണോ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് അത്രയും ലെങ്ത്ത് വരെ നമ്മൾ ഇതുപോലെ ചെരിച്ചിട്ട് ഒരു ഫ്ലെയർ ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ചെരിച്ചിട്ട് ഒരു ലൈൻ കൊടുക്കണം. നമുക്ക് എത്രയാണോ ഫ്ലെയർ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള അളവിൽ നമുക്ക് വരച്ചു കൊടുക്കാം. ഞാൻ ഇത്രയും ഫ്ലെയർ വരുന്ന രീതിക്കാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. മിഡ് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് വേണം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് വന്നിട്ട് താഴോളം ഫ്ലെയർ വരുന്ന രീതിയിൽ അങ്ങനെ കൊടുക്കുക. ശേഷം സ്ലീവിൻ്റെ വരുന്ന സ്ലീവും ആം റൗണ്ടും വരുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ ഇതുപോലെ കേവ് ഷേപ്പ് കൊടുക്കണം. മിഡ് വേസ്റ്റിൻ്റെ അവിടുന്ന് ഇങ്ങനെ കേവായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ കേവ് ഷേപ്പ് കൊടുത്തിട്ട് താഴോളം നമുക്ക് ഫ്ലെയർ ആക്കിയിട്ട് വരച്ചു കൊടുക്കാം.
ഇനി ഫുൾ ലെങ്ത്തിൽ നൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ താഴെ എൻഡ് വരുന്ന പോർഷനിൽ 1 ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്തിട്ട് കേവ് ഷേപ്പ് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് താഴെ ഭാഗം ഹാങ് ചെയ്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പം ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതാ ഞാനിവിടെ സ്ക്രോൾ വീൽ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ ലൈൻസും താഴെ വരുന്ന എല്ലാ ക്ലോത്തിലേക്കും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിങ്സൊക്കെ താഴെയുള്ള എല്ലാ ക്ലോത്തിലും വന്നോളൂ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ഇതാ ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മാർക്ക് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്ക് നെക്ക് 1 ഇഞ്ച് താഴ്ത്തിയിട്ട് കേവ് ഷേപ്പിൽ തന്നെ 1 ഇഞ്ച് മാത്രം, കഫ്താനിനൊക്കെ 1 ഇഞ്ച് മാത്രമേ ബാക്ക് നെക്ക് താഴ്ത്തേണ്ടതുള്ളൂ. 1 ഇഞ്ച് താഴ്ത്തിയിട്ട് കേവ് ഷേപ്പ് കൊടുത്തിട്ട് ബാക്ക് നെക്കും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാർക്കിംഗ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നെക്കിൻ്റെ പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ബാക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തുണി നിവർത്തിയിട്ടതിന് ശേഷം ഫ്രണ്ട് നെക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നേ നമുക്ക് താഴെ ലെങ്ത്തിൻ്റെ പോർഷനിൽ ഇതുപോലെ ക്ലോത്ത് കറക്റ്റ് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൈറ്റി ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ 1 ഇഞ്ച് മുകളിലോട്ട് കയറ്റിയിട്ടിട്ട് കേവ് ഷേപ്പ് ആക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ടോപ്പാക്കിയിട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് 2 സൈഡും ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ കേവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നില്ല. നെക്സ്റ്റ് ഇതാ ക്ലോത്ത് ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഇതാ നമ്മുടെ കട്ടിംഗ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ കുറച്ച് പോർഷൻ മാത്രമേ നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ കട്ടിങ്ങും കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അതിനായിട്ട് ഇതാ നമുക്ക് ക്ലോത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ സ്ക്രോൾ വീൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് വരച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മാർക്കിങ്സ് എല്ലാ ഭാഗത്തുമായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം നല്ല എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ക്ലോത്തിന് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നിവർത്തിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ പോർഷനാണ് ആദ്യം ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നെക്കിൻ്റെ അളവ് കൃത്യമായിട്ട് എടുക്കുക. നെക്കിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്ത് എത്രയാണോ അതിനോട് 4 ഇഞ്ച് കൂട്ടിയിട്ടും അതുപോലെ തന്നെ നെക്കിൻ്റെ കംപ്ലീറ്റ് വിഡ്ത്ത് എത്രയാണോ അതിനോട് 4 ഇഞ്ച് കൂട്ടിയിട്ടും ഒരു പീസ് സ്ക്വയറായിട്ട് വരുന്ന ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് അളവ് മെഷർമെൻറ്റ് നോക്കേണ്ടത്. വിഡ്ത്ത് എത്രയാണോ അതിനോട് 4 ഇഞ്ച് കൂട്ടുക. അതുപോലെ തന്നെ ലെങ്ത്ത് എത്രയാണോ അതിനോട് 4 ഇഞ്ച് കൂട്ടുക. അങ്ങനെ എത്രയാണോ നമുക്ക് അളവ് കിട്ടുന്നത് ആ ഒരു അളവിനനുസരിച്ചിട്ട് ഒരു സ്ക്വയർ പീസ് ക്ലോത്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 12 ഇഞ്ച് ലെങ്ത്തും 12 ഇഞ്ച് വിഡ്ത്തും വരുന്ന ഒരു സ്ക്വയർ പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് സെയിം ക്ലോത്തിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. എക്സ്ട്രാ വരുന്ന ഏതെങ്കിലും ഒരു പീസ് എടുത്താലും മതി. നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സ്ക്വയർ പീസ് ക്ലോത്ത് നെക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് രണ്ടറ്റത്തായിട്ടൊരു നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സെൻറ്റർ എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാ ഇതുപോലെ സെൻറ്റർ ഭാഗത്തായിട്ട് ക്ലോത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം 4 സൈഡും നമുക്കൊന്ന് പിൻ ചെയ്ത് വെക്കുക. അതിന് മുന്നേ നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ അളന്ന് നോക്കാം. കറക്റ്റ് അളവിലാണോ ഉള്ളത് എന്ന് അളന്ന് നോക്കിയതിന് ശേഷം പിൻ ചെയ്ത് വെക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഇതുപോലെ പിൻ ചെയ്ത് വെക്കുന്നത്. 4 ഭാഗത്തുമായിട്ട് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അതിനുശേഷം ആ ഒരു ക്ലോത്തിന് നമ്മൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഈ ഒരു സൈഡ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നെക്കിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നെക്കിൻ്റെ അരികിലൂടെ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ എല്ലാ വശത്തുമായിട്ടൊരു മാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഭാഗമൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതും കൂടെ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് ഇതിൽ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ കൃത്യം 1/2 ഇഞ്ച് ഗ്യാപ്പിൽ എല്ലായിടത്തും ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഉള്ളിൽ വരുന്ന ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. നമ്മൾ സാധാരണ നെക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തുമായിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കുക.
അതിനുശേഷം സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ക്ലോത്ത് തിരിച്ചിട്ടതിന് ശേഷം ബാലൻസ് വന്നിട്ടുള്ള നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുള്ള ക്ലോത്ത് ഉണ്ടല്ലോ, അതിൽ ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ക്ലോത്തൊക്കെ ഉള്ളിലോട്ടാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അപ്പം പതിച്ചടിച്ച് കൊടുത്തതിനകത്ത് തന്നെ നമുക്ക് ഏകദേശം നെക്ക് നല്ല ഫിനിഷായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിതാ ഒന്ന് പതിച്ച് വെച്ചതിന് ശേഷം അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം അതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ക്ലോത്ത് 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഉള്ളിൽ വരുന്ന എക്സ്ട്രാ ക്ലോത്തൊക്കെ ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പിലോ അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഗ്യാപ്പിലോ ആ ഒരു ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് നെക്ക് ഫൈനലായിട്ട് കിട്ടുന്നത്. ഈ ഒരു നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ ഉൾഭാഗത്തായിട്ട് ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരുന്നത്. ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് നമ്മൾ ഉള്ളിലോട്ട് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിഡ് വേസ്റ്റിൻ്റെ അവിടെയായിട്ട് ഒരു കെട്ട് വരുന്നുണ്ടല്ലോ, ആ ഒരു കെട്ട് വരുന്നതിനായിട്ട് നമുക്ക് സെൻറ്റർ ഭാഗത്തൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പം ഹോൾ ഇട്ട് കൊടുക്കുന്നതിനായിട്ട് നമ്മൾ ക്ലോത്ത് ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്റർ നോക്കി മടക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മിഡ് വേസ്റ്റിൻ്റെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ മാർക്കിങ്ങിൽ കൊടുത്തിട്ടുള്ള ആ ഒരു മിഡ് വേസ്റ്റിൻ്റെ ലൈൻ എവിടെയാണോ വരുന്നത് അതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിൽ നമ്മളൊരു മാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു അളവിലാണ് എനിക്ക് സെൻറ്റർ പോർഷൻ കിട്ടുന്നത്. അവിടെയായിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെയാണ് നമ്മൾ ഹോൾ ഇടാൻ വേണ്ടി പോകുന്നത്. ഹോള് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു സ്ക്വയർ പീസ് എക്സ്ട്രാ വരുന്ന ക്ലോത്തിൽ നിന്ന് ഇതുപോലെ ചെറിയൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പം ആ ഒരു സ്ക്വയർ പീസ് അവിടെ സെൻട്രലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഹോളിട്ട് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ഡയമണ്ട് ഷേപ്പിൽ ചെറിയൊരു ഇത് വരച്ച് കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയൊരു ഡയമണ്ട് ഷേപ്പായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം സെൻട്രലായിട്ട് നമ്മൾ ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ആദ്യം വരച്ച് കൊടുക്കുക, അതിന് മുകളിലായിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ചെറിയൊരു ഹോള് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഈ ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് പതിച്ചടിക്കും. നമ്മൾ നേരത്തെ നെക്ക് എങ്ങനെയാണോ ചെയ്തത് ആ ഒരു സെയിം പ്രോസസ്സിൽ തന്നെയാണ് ഇവിടെയും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് നമുക്ക് ചെറിയ ക്ലോത്ത് മാത്രമേ വേണ്ടൂ. അത് ബാക്കി വരുന്ന പോർഷൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം സെൻട്രലായിട്ട് ഹോളിട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ ഒരു ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് ഉള്ളിലോട്ട് ആക്കി കൊടുക്കണം. അതിനുശേഷം പതിച്ച് ഒരു സ്റ്റിച്ച് കൂടെ മുകളിലായിട്ട് കൊടുക്കണം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞു തരുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇതാ സെൻട്രലായിട്ട് നമ്മൾ ആ ഒരു ക്ലോത്ത് ഉള്ളിലോട്ട് എടുത്തതിന് ശേഷം ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഹോള് വരുന്നത്. ഉള്ളിലായിട്ട് ഇങ്ങനെയാണ് വരിക. നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി. നമുക്ക് കഫ്താനിൽ ഒരു മിഡ് വേസ്റ്റിൻ്റെ അവിടെയായിട്ട് ഒന്ന് കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് ഒരു നാട വരുന്നുണ്ടല്ലോ, അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ഹോളിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു ഹോള് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ബാൻഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഹോള് കൃത്യമായിട്ട് കവർ ചെയ്ത് വരും. അപ്പം ബാൻഡ് വെച്ച് കൊടുക്കാനായിട്ട് ഇതാ ക്ലോത്ത് ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം നമ്മുടെ ആ ഒരു സൈഡ് പോർഷൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്റ്റിച്ചിങ് എവിടെയാണോ വരുന്നത് ആ ഒരു ആമോ റൗണ്ടിൻ്റെ അവിടെ കേവായിട്ട് വരച്ച് കൊടുത്തിട്ടില്ലേ, അവിടെ നമ്മൾ കറക്റ്റ് അളവിൽ ആദ്യം ഒന്ന് 2 സൈഡും വരച്ചു കൊടുക്കുക. അതിനുശേഷം ആ ഒരു 2 ഭാഗത്തു നിന്നും ഒരു 1/2 ഇഞ്ച് വീതം മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് ഒരു മാർക്കിങ്ങും കൂടെ കൊടുക്കുക. അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കിയിട്ട് വേണം നമ്മൾ മാർക്കിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ ഒരു ഭാഗത്തെ അളവ് നമ്മൾ എടുക്കുക. എത്രയാണോ അളവ് വരുന്നത് അതിനനുസരിച്ചിട്ട് ഒരു 2 ഇഞ്ച് വീതിയിൽ വരുന്ന ഒരു ബാൻഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. 2 ഭാഗത്തേക്കും വേണം, നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് വേണം. 2 ഇഞ്ച് വീതി വരുന്ന ആ ഒരു ബാൻഡ് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുക. ആ ഒരു ഭാഗത്തെ നീളം എത്രയാണോ ആ നീളത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഒരു പീസ് ബാൻഡിന് നമ്മൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാം. ആദ്യം ഇതുപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ ഇതുപോലെ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിനെ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം വീണ്ടും 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് താഴെ ഭാഗത്തായിട്ട് വീണ്ടും ഒരു
സ്റ്റിച്ച് കൂടെ കൊടുക്കുക. അപ്പോൾ ഇതാ വീഡിയോ ശ്രദ്ധിച്ച് കാണുക, അതിൽ മനസ്സിലാവും. ഇങ്ങനെ ഇതാ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നിൽ കൂടുതൽ തവണ വീഡിയോ കാണുമ്പോൾ തന്നെ അതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് മനസ്സിലാവും. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ബാൻഡ് വെക്കുന്ന സമയത്ത് രണ്ടറ്റത്തായിട്ട് നമ്മൾ കൂട്ടിയടിക്കാൻ പാടില്ല. താഴെ മേലെയായിട്ട് നീളത്തിലൊരു സ്റ്റിച്ച് മാത്രമേ കൊടുക്കാൻ പറ്റൂ. രണ്ടറ്റത്തും കൂടെ കൂട്ടിയടിക്കരുത്. നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ നാട കയറ്റി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിതാ ഒരു ഭാഗത്ത് അതുപോലെ ബാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് വശത്തും കൂടെ ബാൻഡ് വെച്ച് കൊടുക്കണം. അപ്പോൾ സൈഡിലായിട്ട് എവിടെയാണോ സ്റ്റിച്ചിങ് വരുന്നത് അതിൻ്റെ രണ്ട് വശത്തു നിന്നും 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് വേണം ബാൻഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ രണ്ട് ഭാഗത്തുമായിട്ട് ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ പണി ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ളതെല്ലാം എളുപ്പമാണ്. നമുക്ക് താഴെ ഭാഗം മടക്കി അടിച്ചതിന് ശേഷം സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ഇപ്പുറത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ള ഒരു ബാൻഡിൻ്റെ മുകളിലോട്ട് സ്റ്റിച്ച് കയറാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇതാ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഞാൻ ആദ്യം ഇവിടെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതുപോലെ നല്ല വശത്താണ് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നല്ല വശം ചേർത്ത് പിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു കേവ് ഷേപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇത്രയേ പണിയുള്ളൂ. കഫ്താൻ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ, ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കുറച്ചൊന്ന് ടഫായിട്ടൊക്കെ തോന്നും. പക്ഷേ നമ്മൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സൈഡും കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കഫ്താൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കഫ്താൻ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് നാട കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു ബാൻഡിനകത്തൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് കൊടുക്കണം. അപ്പം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും നാട സ്റ്റിച്ച് ചെയ്യുന്നതും ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതും കൂടെ ചെയ്തെടുത്താൽ നമ്മുടെ ടോപ്പിൻ്റെ പണി ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പം എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് ഇപ്പോൾ കാണുന്നത്. ഇത് വേറെ ചെയ്തിട്ടുള്ള വീഡിയോ കൂടെ ഞാനിതിൻ്റെ ലാസ്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.